നമ്മുടെ കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടി ലഭിച്ചതോർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ കൃപയാൽ എത്രത്തോളം നാം അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവാണ് നമ്മളെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളും കുറ്റങ്ങളും ഒക്കെ വന്നു ഭവിച്ചിട്ടുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഭവിച്ചതാണ്. സ്തോത്രം. അറിവില്ലായ്മയുടെ കാലത്ത് നാം ചെയ്ത കുറ്റങ്ങളൊന്നും ദൈവം കണക്കിടുകയില്ല. എന്നാൽ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം നാം ചെയ്യുന്ന തെറ്റുകൾ ദൈവം കണക്കിടുക തന്നെ ചെയ്യും. ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ തെറ്റുകൾ ചെയ്താൽ അവരെ പ്രായപൂർത്തിയായവർ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കാറില്ല. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് എന്ന നിയമം. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അറിവില്ലായ്മ പോലും ചെയ്തു പോയതാണ്. അതുകൊണ്ട് അതിനെ അവരെ കഠിനമായി ശിക്ഷിക്കുവാൻ പാടില്ല. ചില വർഷങ്ങൾ ദുർഗുണ പാഠശാലയിലേക്ക് അവരെ വിട്ട് നല്ല വ്യക്തിത്വങ്ങളാക്കി പുറത്തേക്ക് കൊണ്ടുവരുവാൻ, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാക്കി തീർക്കുവാനാണ് അവരെ അഭ്യസിപ്പിക്കുന്നത്. സ്തോത്രം. അറിവില്ലായ്മ മൂലം ചെയ്തതായതുകൊണ്ട് അവർക്ക് അതിന് മാപ്പ് നൽകുന്ന നിയമമാണ് നമ്മുടെ നാട്ടിലും ലോകരാജ്യങ്ങളിലുമൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കോടതിയിലും ദൈവ നിയമങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് 17-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതായത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് യഥാർത്ഥമായ വിവേകവും ജ്ഞാനവും തിരിച്ചറിവും ലഭിക്കുന്നതിന് മുൻപ് ചെയ്തു പോയതായ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. ഒരു തരത്തിൽ നാം പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. പൗലോസ് ശൗലായിരുന്ന കാലത്ത് യഹൂദന്മാരുടെ നിയമപ്രകാരം അതിൽ തികഞ്ഞവനായിരുന്നു. അവരുടെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ശൗലിന് അനുവദിച്ചു കൊടുത്ത നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ശൗൽ ചെയ്തു കൂട്ടി. അതെല്ലാം ആ മനുഷ്യരെ സന്തോഷിപ്പിച്ച് അവരുടെ മുമ്പിൽ മിടുക്കനാകുവാൻ ശൗലിനെ പ്രാപ്തനാക്കി. എന്നാൽ ദൈവസന്നിധിയിൽ ആ ചെയ്ത പ്രവൃത്തികളൊന്നും നീതീകരിക്കുവാൻ പൗലോസായി തീർന്ന ശൗലിന് ഒരിക്കലും സാധ്യമല്ലായിരുന്നു. കർത്താവ് പൗലോസിനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചിട്ട് ആ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കുവാനിടയായി തീർന്നു. പൗലോസിനോട് ഇങ്ങനെ പറഞ്ഞു കാണും: മോനെ, നീ നല്ല മിടുക്കനാണ്, എന്നാൽ നിന്റെ യൗവന രക്തത്തിൽ, നിന്റെ ആ ഒരു പക്വതയും പാകതയും ഇല്ലാത്ത പ്രായത്തിൽ മറ്റുള്ളവരുടെ കയ്യടി നേടുവാൻ നീ പലതും ചെയ്തു. എന്നാൽ അതെല്ലാം തെറ്റായിപ്പോയി. ഇതാ ഞാൻ നിന്നെ ഏറ്റവും മാന്യമായ, നിനക്ക് ഭാവിയിലും ഗുണം വരുന്ന
ലോകദൃഷ്ടിയിൽ അംഗീകാരം ലഭിക്കുന്ന, ദൈവത്തിൻ്റെ മുൻപിൽ മാന്യത ലഭിക്കുന്ന ഒരു പദവി നൽകി ഞാൻ നിന്നെ ഒരു വേറിട്ട ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്ന് ശൗലിനോട് കർത്താവ് പറയുവാനിടയായി തീർന്നു. ആ ശുശ്രൂഷ മൂലമാണല്ലോ പൗലോസിന് ലോകത്തിൽ മാന്യത ലഭിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ആ പൗലോസ് പറയുന്നു, അറിവില്ലായ്മയുടെ കാലത്ത് മനുഷ്യർ ചെയ്തു പോയ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിക്കും. എന്നാൽ എപ്പോഴെങ്കിലും സുവിശേഷം കേൾക്കുവാനും സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയെല്ലാം മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. സുവിശേഷം മനുഷ്യനോട് വിളിച്ചു പറയുന്നത് അവനെ പുതിയൊരു സൃഷ്ടിയാക്കുവാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങളും പാരമ്പര്യത്തിൻ്റെ കെട്ടുപാടിൽ കിടന്നവരാണ്, ആ ബന്ധനങ്ങളിൽ നാം കിടന്നവരാണ്. എന്നാൽ അന്ന് നാം ചെയ്തതെല്ലാം അറിവില്ലായ്മ മൂലം ചെയ്തു പോയതാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ നാം അതെല്ലാം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതിയൊരു സൃഷ്ടിയായിത്തീരുവാൻ ദൈവം സഹായിച്ചു. നാം നമ്മുടെ ജീവിതത്തെ ദൈവവചനപ്രകാരം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം ഒരു വേറിട്ട അനുഭവമാണ്. പൗലോസ് ഈ പ്രസംഗം നടത്തുന്നത് ഗ്രീക്കിലെ ഏഥൻസിൽ അരയോപക കുന്നിൽ നിന്നുകൊണ്ടാണ്. സ്തോത്രം. അവിടെ താൻ കണ്ട ചില കാര്യങ്ങൾ ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പൗലോസ് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയായിരുന്നു. സ്തോത്രം. അവരോട് പൗലോസ് അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ചെയ്തതെല്ലാം ദൈവം കണക്കിടുകയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സുവിശേഷം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു എന്നാണ് പറയുവാനിടയായത്. സ്തോത്രം. മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുവാൻ കാരണം എന്താണ്? അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം, അതായത് യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കുന്നു. അതേ, മനുഷ്യർ ചെയ്ത എല്ലാവിധമായ പ്രവൃത്തികൾക്കും തക്കവണ്ണ ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അതെ, ആ ന്യായവിധി നടത്തുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവായിരിക്കും. ആ യേശുക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ന്യായവിധി മനുഷ്യർക്ക് ഉണ്ടാവുകയുമായിരുന്നില്ല. എന്നാൽ ഈ ന്യായവിധി സംഭവിക്കേണ്ടതായതുകൊണ്ട് കർത്താവ് മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ അവസരമൊരുക്കി നൽകി, അവൻ്റെ പാപങ്ങളെ കഴുകിക്കളയുവാൻ അവസരമൊരുക്കി നൽകി. അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ പോയവർക്ക് ഈ ന്യായവിധി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഈ ന്യായവിധിയിൽ നിന്നും ഈ ശിക്ഷാവിധിയിൽ നിന്നുമൊക്കെ തെറ്റി ഒഴിയുവാൻ ഇപ്പോഴും നമുക്ക് അവസരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇന്നുവരെ ഈ വചനം വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ കഴിയാതെ പാരമ്പര്യത്തിൻ്റെ പിടിയിൽ കിടക്കുകയാണെങ്കിൽ, ഇതാ ദൈവം നിങ്ങളെ മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ നന്നാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം.
പാരമ്പര്യം നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. നമ്മുടെ പരമ്പരാഗത രീതികൾ നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനം സാധ്യമാവുകയുള്ളൂ. ആ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിലെ പ്രവേശനം സാധ്യമാകുകയുള്ളൂ എന്നത് ദൈവം അടിവരയിട്ട് പറയുമ്പോൾ, ഇതാ ആമേൻ, ആ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുക, ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ ഉയർത്തപ്പെടുവാൻ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കും. അപ്പോൾ അറിയായ്മയുടെ കാര്യങ്ങളിൽ മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ ദൈവം കണക്കിടുന്നില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ഒരു ചെലവുമില്ല, ഒരു വിലയും കൊടുക്കണ്ട, ഒരു പൈസ പോലും ചെലവില്ലാതെ സൗജന്യമായി ഇതാ നമുക്ക് വേണ്ടി ദൈവം ഒരു നല്ല മാർഗം തുറന്നു തന്നിരിക്കുകയാണ്. ആ മാർഗം പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്കെല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തായാലും നഷ്ടമൊന്നുമില്ല. ഈ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ, ഈ ദൈവത്തെ നാം അംഗീകരിച്ചാൽ, കർത്താവിൻ്റെ മരണം നമുക്ക് വേണ്ടി ആയിരുന്നു നാം അംഗീകരിച്ചാൽ, അതുപോലെ നമുക്ക് പാപമോചനം ലഭിക്കുകയും ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിത്യജീവൻ അവകാശികളായി തീരുവാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. നിശ്ചയമായും ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധി നടത്തുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. ആ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ ആമേൻ വളരെ നല്ല ഒരു അവസരം ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുക്കി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നുവെന്ന് പൗലോസ് അവരോട് വിളിച്ചു പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അവരോട് മാത്രമല്ല, ലോകമെമ്പാടുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള നല്ല സന്ദേശമാണ്. ഇത് നല്ലൊരു ഗുഡ് ന്യൂസാണ്. ആമേൻ. അതുകൊണ്ട് ഈ സന്ദേശം പ്രിയപ്പെട്ടവരായ എല്ലാവരും, ഇതുവരെയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കഴിയാതെ പോയ എല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് എൻ്റെയും അഭ്യർത്ഥന. സ്തോത്രം. അതുവഴിയായി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഒരു പുത്തൻ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്ന പതിമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാണ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഓൾ.